ഇത്തവണ എള്ളരിഞ്ഞി വാർഡിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് മത്സരം കടുത്തതാകും. ശ്രീകണ്ഠപുരം നഗരസഭയിലെ 11ാം വാർഡാണ് എള്ളരിഞ്ഞി. 50 വർഷത്തോളമായി LDF സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു പോരുന്ന വാർഡ്. എന്നാൽ ഇത്തവണ ഇവിടെ മത്സരം ഇഞ്ചോടിഞ്ചാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വാർഡിലെ ചർച്ചകളും ചൂടേറി. LDFന് 303ഓളം വോട്ടുകളുടെ ആധിപത്യം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞ വാർഡിൽ ഇത്തവണ KK സുരേഷ് ബാബുവാണ് LDF സ്ഥാനാർത്ഥി. കുടുംബയോഗങ്ങളും മറ്റും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിൽ കൂടിയാണ് സുരേഷ് ബാബു. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി വാർഡിലെ വികസനത്തിന് ഫണ്ട് ഭൂരിഭാഗവും LDF കൗൺസിലർമാർക്ക് നൽകിയിട്ടില്ല എന്ന ആക്ഷേപമാണ് സുരേഷ് ബാബു മുന്നോട്ടുവെക്കുന്നത്. CPIM എള്ളരിഞ്ഞി ബ്രാഞ്ച് മെമ്പറും കർഷക സംഘം കാവുമ്പായി വില്ലേജ് കമ്മിറ്റി അംഗവുമാണ് സുരേഷ്. നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ആഗതമായല്ലോ. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രീകണ്ഠപുരം നഗരസഭ ഭരിച്ച UDF ഭരണസമിതിയെ കുറിച്ചാണ്. വികസന ഫണ്ടുകൾ ഭൂരിഭാഗവും UDF കൗൺസിലർമാർക്കായി മാറ്റിവെക്കുകയും LDF കൗൺസിലർമാർക്ക് ഫണ്ടുകളൊന്നും നൽകാതിരിക്കുകയും ചെയ്ത് വികസനത്തിന്റെ അപ്പസ്തലന്മാരായി സ്വയം അവരോധിപ്പിക്കുന്ന ചില കൗൺസിലർമാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളൂ, അവർ കാണിക്കുന്ന നയം ഞങ്ങൾ നിങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നീ കാണുന്ന ശ്രീകണ്ഠപുരം നഗരത്തിന്റെ സൗന്ദര്യം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ പൂച്ചട്ടികൾ വെക്കുവാൻ നിങ്ങൾക്ക് ഇരുമ്പ് കമ്പികളും ഉണ്ടാകുമായിരുന്നു. സഭയിലെ എള്ളരിഞ്ഞി വാർഡിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. എന്നാൽ എള്ളരിഞ്ഞിയിൽ വോട്ടർമാരെ വീടുകളിൽ ചെന്ന് നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ശ്രീകണ്ഠപുരം നഗരസഭ നിലവിലെ കൗൺസിലറും കൂടിയായ വിജിൽ മോഹനൻ. തൊട്ടടുത്ത കൈതപ്രം വാർഡിൽ കഴിഞ്ഞ 40 വർഷത്തെ LDF ഭരണത്തെ പിടിച്ചെടുത്താണ് വിജിൽ നഗരസഭാ കൗൺസിലർ ആയത്. ഇത്തവണ എള്ളരിഞ്ഞി വാർഡിലെ 50 വർഷമായി LDF നിലനിർത്തി പോരുന്ന എള്ളരിഞ്ഞി വാർഡ് പിടിക്കുകയാണ് വിജിൽ മോഹന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDF ലക്ഷ്യമിടുന്നത്. തികച്ചും അനുകൂലമായ പ്രതികരണമാണ് വാർഡിൽ ഉള്ളതെന്ന് വിജിൽ മോഹനൻ പ്രതികരിച്ചു. അനുകൂലമായ ഒരു പ്രതികരണമാണ് 11ാം വാർഡിലെ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് നഗരസഭയിലേക്കായാലും ഗ്രാമപഞ്ചായത്തിലേക്കായാലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വികസന മുരടിപ്പ് ഈ വാർഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിരവധി റോഡുകൾ ടാറിംഗ് പൂർത്തിയാവാത്ത, പശ്ചാത്തല മേഖലയിൽ നിരവധി സൗകര്യങ്ങൾ പൂർത്തിയാവാത്ത റോഡുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി ആളുകൾക്ക് കാൽനട യാത്ര പോലും ദുസ്സഹമായ പ്രശ്നങ്ങളുള്ള ഒരു വാർഡാണ്. ഇവിടെ കുട്ടികൾക്ക് ഒരു കളിസ്ഥലം, സ്ഥിരമായ ഒരു കളിസ്ഥലം ഇല്ലാത്ത ഒരു വാർഡാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പൊതുജനങ്ങൾ ഞങ്ങൾക്ക് മുമ്പാകെ ഉയർത്തി കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത വാർഡിലെ ജനപ്രതിനിധിയായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു അനുകൂല ഘടകമാണ്. ആ വാർഡിൽ നടത്തിയ വികസനങ്ങളൊക്കെ ഇവിടെ നേർക്കാഴ്ചയായി ഈ വാർഡിലുള്ള ആളുകൾക്കും അറിയാം. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. ജനവിധി വരുമ്പോൾ തീർച്ചയായും ഈ വാർഡിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJPയും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി വാർഡ് പിടിക്കാൻ രംഗത്തുണ്ട്. PC രമേശനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. BJP ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയും കൈതപ്രം നരസിംഹക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാനും കൂടിയാണ് PC രമേശൻ. സർക്കാരിന്റെ പദ്ധതികൾ നാട്ടിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ദുർഭരണത്തിന് മാറ്റിവെക്കുന്നതിന് വേണ്ടി നമ്മളുടെ ദേശീയ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എള്ളരിഞ്ഞി വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എല്ലാ വോട്ടർമാരും NDA സ്ഥാനാർത്ഥിയെ ആയിട്ടുള്ള എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ 787 വോട്ടുകൾ ഉള്ള എള്ളരിഞ്ഞി വാർഡിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യുമ്പോൾ ഇത്തവണ വിജയവും പ്രവചനങ്ങൾക്ക് അതീതമാകും.